ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് NCERT സിലബസ് സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ലെസനായ ഷേപ്പിംഗ് ഓഫ് ദ എർത്ത് സർഫേസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായ ഗ്ലേഷ്യേഴ്സ് ആൻഡ് മൊറൈൻസ്. ഫസ്റ്റ് അബൌട്ട് ഗ്ലേഷ്യേഴ്സ്. ഹിമാനികൾ പതുക്കെ ലാൻഡിലൂടെ നീങ്ങുമ്പോൾ പാറകളെ ഉരച്ചും മുറിച്ചും ഭൂഭാഗത്തിൻ്റെ, അതായത് ഭൂമിയുടെ രൂപം മാറ്റുന്ന പ്രക്രിയയാണ് ഹിമാനി അപക്ഷയം അഥവാ ഗ്ലേഷ്യൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ ഇറോഷനിലൂടെ രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, യു ആകൃതിയിലുള്ള താഴ്വാരങ്ങൾ. ഹിമാനികൾ നദീ താഴ്വാരങ്ങളെ കൂടുതൽ വീതിയും ആഴവും ഉള്ളതാക്കുമ്പോഴാണ് ഇവ രൂപപ്പെടുന്നത്. എന്താണ് വാലി? A valley is a low-lying area of land found between higher areas like hills or mountain, usually with a river or stream flowing through it. Then second one, cirque. ഇവ ഹിമാനിയുടെ ആരംഭ ഭാഗത്ത് രൂപപ്പെടുന്ന പാത്രത്തിൻ്റെ ആകൃതിയിലുള്ള ആഴമുള്ള കുഴിയാണ്. നെക്സ്റ്റ് അബൌട്ട് അരേറ്റ്. ഇവ രണ്ട് ഹിമാനി താഴ്വാരങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന മൂർച്ചയുള്ള ഇടുങ്ങിയ മലനിരയാണ്. ഫോർത്ത് വൺ, ഹാങ്ങിങ് വാലി. ചെറിയ ഹിമാനികൾ വലിയ ഹിമാനിയുമായി ചേരുന്ന സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന ഉയർന്ന നിലയിലുള്ള താഴ്വാരമാണ്. ഫിഫ്ത്ത് വൺ, ഫോർഡുകൾ. കടൽ ജലം ഹിമാനികൾ രൂപപ്പെടുത്തിയ ആഴമുള്ള താഴ്വാരങ്ങളിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആഴവും ഇടുങ്ങിയതുമായ ഉൾക്കടലുകളാണ്, ദാറ്റ് ഈസ് ഡീപ്പ് നേരോ ഇൻലെറ്റ്സ് ആണ് ഫോർഡുകൾ എന്ന് പറയുന്നത്. ഈ ഹിമാനി ഭൂരൂപങ്ങൾ മനുഷ്യർക്കു പല വിധത്തിൽ പ്രയോജനകരമാണ്. യു ആകൃതിയിലുള്ള താഴ്വാരങ്ങളും സിർക്കുകളും ട്രെക്കിംഗ്, സ്കീയിങ് എന്ന് പറയുമ്പോൾ ഒരു കായിക വിനോദമാണ്, മൗണ്ടനറിങ് തുടങ്ങി വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ഫോർഡുകൾ തുറമുഖങ്ങൾക്കും ഹാർബറിനും ഫിഷിങ്ങിനും ഉപയോഗിക്കുന്നു. ചില ഹിമാനി താഴ്വാരങ്ങളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ ഹിമാനികൾ ശുദ്ധജലത്തിൻ്റെ പ്രധാന ഉറവിടങ്ങളാണ്. ഹിമാനികൾ ഉരുകി നദികൾക്ക് ജലം നൽകുകയും, ദാറ്റ് ഈസ് ഫീഡിംഗ് റിവേഴ്സ്. അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലെ മനുഷ്യരുടെ ജീവിതത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സസ്റ്റെയിൻ ഹ്യൂമൻ പോപ്പുലേഷൻ ഡൗൺ സ്ട്രീം. നെക്സ്റ്റ് അബൌട്ട് മൊറൈൻസ്. ഹിമാനികൾ ഒഴുക്കിക്കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന പാറകൾ, മണ്ണ് അവശിഷ്ടങ്ങൾ, ദാറ്റ് ഈസ് ഡബ്രി എന്നിവ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഭൂപ്രകൃതിയെയാണ് മൊറൈനുകൾ എന്ന് വിളിക്കുന്നത്. ഹിമാനികൾ ഉരുകുമ്പോൾ അത് ഭൂമിയിൽ നിന്നും ഇറോഡ് ചെയ്ത വസ്തുക്കൾ ഒരിടത്ത് നിക്ഷേപിക്കുകയും അതുവഴി മൊറൈനുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. മൊറൈനുകൾ പലതരമുണ്ട്. ഹിമാനിയുടെ ഇരുവശങ്ങളിലും രൂപപ്പെടുന്നതാണ് ലാറ്ററൽ മൊറൈൻസ്. രണ്ടാമതായി ടെർമിനൽ മൊറൈൻ. ഹിമാനിയുടെ അവസാന ഭാഗത്ത് കാണപ്പെടുന്നു. ഏറ്റവും ദൂരം വരെ എത്തിയ സ്ഥാനം ഇത് സൂചിപ്പിക്കുന്നു. അതായത് ഹിമാനി എത്രത്തോളം മുന്നോട്ട് നീങ്ങിയെന്ന് ഇത് അടയാളപ്പെടുത്തുന്നു. മീഡിയൽ മൊറൈൻ. രണ്ട് ഹിമാനികൾ ഒന്നിച്ചു ചേരുമ്പോൾ അവയുടെ ലാറ്ററൽ മൊറൈനുകൾക്ക് നടുവിലായി ഒന്നിച്ചു ചേർന്ന് രൂപപ്പെടുന്നവയാണ് മീഡിയൽ മൊറൈൻ. മൊറൈനുകൾ മനുഷ്യർക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ്. കാരണം അവ പലപ്പോഴും കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണ് സൃഷ്ടിക്കുന്നു. കൂടാതെ ഇവ പ്രകൃതിദത്തമായ അണക്കെട്ടുകളും തടാകങ്ങളും രൂപപ്പെടുത്താൻ കാരണമാകുന്നു. വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, ചിലപ്പോൾ ജലവൈദ്യുത ഉൽപ്പാദനം, ദാറ്റ് ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നിവയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു.
Dear children, this is about today's class. If you like my class, please subscribe and share. Thank you.